ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വേഗം കടക്കാം. എല്ലാവരും തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ തടി നിങ്ങൾക്ക് വെക്കാനായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ കുറേ റെഫർ ചെയ്ത് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള, നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ടുള്ള ടിപ്സ് മാത്രമാണ് ഞാനിതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും തടി വയ്ക്കും, ഉറപ്പാണ്, 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളിലും എന്തായാലും ചെയ്തു നോക്കാം. മുതിർന്നവർക്ക് ചെയ്യുന്നതിൻ്റെ വളരെ കുറവ് മാത്രമേ കുട്ടികളിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ തന്നെ നമുക്ക് ഒരു വെയ്റ്റ് ആൻഡ് ഹൈറ്റ് നോക്കാം. അതായത് നിങ്ങളുടെ ഹൈറ്റിനും വെയ്റ്റിനും അനുസരിച്ചായിരിക്കണം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റിൻ്റെ അനുസരിച്ചല്ല വെയിറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഹൈറ്റിനനുസരിച്ചല്ല നിങ്ങളെ വെയിറ്റ് ഭയങ്കര കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് കുറക്കാനായിട്ട് നോക്കാം. ഇനി ഇതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? ചിലപ്പോൾ പാരമ്പര്യത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ഹോർമോൺ പ്രോബ്ലംസ് ആയിരിക്കാം, പോഷകാഹാരക്കുറവായിരിക്കാം, ഉറക്കമില്ലായ്മ, ഓവർ ടെൻഷൻ, വിശപ്പില്ലായ്മ, മദ്യപാനം, പുകവലി, പ്രമേഹം, സമയക്രമമില്ലാത്ത ഭക്ഷണം. ഇതൊക്കെ നിങ്ങളുടെ തടി കുറയുവാനായിട്ടും നിങ്ങൾ എപ്പോഴും ക്ഷീണിച്ചിരിക്കുവാനായിട്ടും ഉള്ള കാരണങ്ങൾ ഒന്നായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. നമുക്ക് തടി വെക്കാനാണ് ഏറ്റവും എളുപ്പം, പക്ഷേ തടി കുറക്കാനാണ് ഏറ്റവും പാട്. അതേപോലെ തന്നെ തടി കൂടാനാണ് കുറക്കുന്നതിനേലും പാട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ടിപ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് വളരെയധികം ഉറപ്പാണ്, 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ചെയ്യാൻ നോക്കുക. വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം കുട്ടികളായാലും മുതിർന്നവരായാലും നന്നായിട്ട് വെള്ളം കുടിക്കണം. അത് നമ്മുടെ മെയിനായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. രാവിലെ എണീറ്റാൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുക. ഇരുന്നുകൊണ്ട് തന്നെ കുടിക്കണം, ഒരിക്കലും നിന്നുകൊണ്ട് കുടിക്കരുത്. ഇരുന്നുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കണം. അടുത്തത് നമ്മൾ ഒരു ഫ്രൂട്ടാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ട്സാണ് മാമ്പഴം. മാമ്പഴം നന്നായിട്ട് കഴിക്കാം. മാമ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തടി കൂടുമെന്നാണ് കൂടുതൽ കണ്ടെത്തലുകൾ വന്നിട്ടുള്ളത്. അതേപോലെ ചോറ് നന്നായിട്ട് കഴിക്കുക. ചോറിൻ്റെ കൂടെ തന്നെ തൈര് നന്നായിട്ട് കഴിക്കണം. കാരണം തൈര് കഴിക്കുന്നതോടുകൂടി നമ്മളെ ശരീരത്തിൽ തടി വയ്ക്കാനുള്ള ഹോർമോൺസ് കൂടുമെന്നാണ് പറയുന്നത്. അതേപോലെ തൈര് കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കൂടെ ഇറച്ചിയും മീനും ഒന്നും കഴിക്കരുത്, അത് ഒഴിവാക്കണം. അതേപോലെ തൈര് എന്നും കഴിക്കരുത്, വീക്ക്ലി ഒരു 3-4 ദിവസം മാത്രം കഴിക്കുക. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം, അതേപോലെ തന്നെ ഈത്തപ്പഴം, ഇതൊക്കെ എല്ലാവരും കഴിക്കുക. ഇത് നമ്മളുടെ ശരീരത്തിനൊന്ന് പുഷ്ടി വയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഇതൊക്കെ. അതേപോലെ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഇവയൊക്കെ നന്നായിട്ട് വേവിച്ച് കഴിക്കാനായിട്ട് നോക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ കറി ആയാലും അതേപോലെ തന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ടൊക്കെ ജ്യൂസ് അടിച്ചായാലും നന്നായിട്ട് കുടിക്കാനായിട്ടും കഴിക്കാനായിട്ടും ശ്രമിക്കുക. അതേപോലെ നേന്ത്രപ്പഴം വണ്ണം വെക്കാൻ വളരെയധികം നല്ല ഒരു സംഭവമാണ്. 2 എണ്ണെങ്കിലും ഒരു ദിവസം കഴിക്കാനായിട്ട് നോക്കുക, 2 നേരമായിട്ട്. നേന്ത്രപ്പഴം പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുഴുങ്ങി കഴിച്ചാൽ മാത്രമാണ് കൂടുതൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് കടക്കുകയുള്ളൂ. കുട്ടികൾക്കായാലും നേന്ത്രപ്പഴം പുഴുങ്ങി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മെയിനായിട്ടുള്ള ഡെയിലി പാല് കുടിക്കുക. അതേപോലെ തന്നെ പശുവിൻ നെയ്യ് ചേർത്ത് പഴം കഴിക്കുക. ഇത് രണ്ടും വളരെയധികം നല്ലതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, 5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ സമയം ഫുഡ് കഴിക്കാതിരിക്കരുത്. തടി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ടിപ്പ് എന്തായാലും ശ്രദ്ധിക്കണം. 5 മണിക്കൂറിൽ കൂടുതൽ സമയം ഫുഡ് കഴിക്കാതിരിക്കരുത്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് വിശപ്പ് കൂടും. അടുത്ത കാര്യങ്ങൾ ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നതായിരിക്കും. കാരണം ഇത് നമുക്ക് ഭയങ്കര ലെങ്തി വീഡിയോ ആവും എന്തായാലും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇതെന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കുട്ടികൾക്ക് കൂടിയുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ എഴുതുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ കണ്ടതിന് താങ്ക് യു സോ മച്ച് ആൻഡ് അസ്സലാമു അലൈക്കും. ബൈ.